കോഴിക്കോട് വടകര വാഹനാപകടത്തിൽ പരിക്കേറ്റിച്ച് കോമയിലായ 9-കാരി ദൃശാന ആശുപത്രി വിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള വാടക വീട്ടിലേക്കാണ് മാറിയത്. കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചെയ്യുന്നു. രാഹുൽ, ദൃശാനയുടെ ജീവിതത്തിലേക്കുള്ള സജീവ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനെ പറ്റി ഡോക്ടർമാർ പറയുന്നത് എന്താണ്? രാഹുൽ, ഹാഷ്മി, കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് വടകര ചേറോട് വെച്ച് ഈ 9 വയസ്സുകാരിയായ ദൃശാനയ്ക്ക് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടി കഴിഞ്ഞ 10 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. പക്ഷേ ആരോഗ്യാവസ്ഥയിൽ കാര്യമായ പുരോഗതി ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ആശുപത്രി വിട്ട ശേഷം വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ ഈ സാഹചര്യം മാറുമ്പോൾ എന്തെങ്കിലും ആരോഗ്യാവസ്ഥയിൽ പുരോഗതി ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നത്. കുടുംബം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഡോക്ടർമാരുടെ തന്നെ നിർദ്ദേശം ഈ തുടർന്നുള്ള ചികിത്സയിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കൃത്യമായ ഇടവേളകളിൽ ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണണമെന്ന നിർദ്ദേശം കൂടി ആശുപത്രി അധികൃതർ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക് അടുത്തുള്ള ഒരു വാടക വീട്ടിലേക്കാണ് ദൃശാനയും കുടുംബവും ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതേസമയം 10 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ അപകടത്തിന് കാരണമായ വാഹനം കണ്ടെത്തിയിരുന്നത്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഷെജിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ദൃശാന സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ആശുപത്രിയും എല്ലാം ഉള്ളത്. ഹാഷ്മി, രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇടിച്ചിട്ട് പോയ വാഹനത്തെ കണ്ടെത്തിയിരുന്നു. അത് ഒരുപക്ഷെ വ്യവഹാര വഴിയിൽ വലിയ സഹായമാകും, അല്ലെങ്കിൽ നിയമവഴിയിലൊക്കെ വലിയ സഹായമാകുമെങ്കിലും ദൃശാനയുടെ ആരോഗ്യാവസ്ഥ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കാം.